പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് അടുത്തെവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞിട്ട് ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് നെക്സ്റ്റ് മന്ത് പോകാമല്ലോ, കുറച്ച് ലോങ് എവിടെയെങ്കിലും. കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും പോകാമല്ലോ. കേരളത്തിൽ മീൻസ് എറണാകുളം ജില്ല വിട്ട് എവിടെയെങ്കിലും പോകാമല്ലോ. ഫസ്റ്റ് ഞാനിരിക്കുന്ന ഈ എറണാകുളം ജില്ലയിൽ പ്രശസ്തമായ ഫോർട്ട് കൊച്ചിയിൽ തന്നെ പോകും. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാനുള്ള കോൺഫിഡൻസ് കിട്ടും. ഇവിടെ ആണെങ്കിൽ ഒടുക്കത്ത് മഴക്കാറാണ്. ഇറങ്ങണോടെ നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര മഴക്കാറാണ്, ഭയങ്കര കാറ്റുണ്ട്. ഫോർട്ട് കൊച്ചിക്കാണ് നമ്മൾ പോകാൻ പോകണമെന്ന് കൂടി ആലോചിക്കണം. മൈ ഗോഡ്, എന്താണെന്ന് അറിയില്ല, നോക്കാം. മഴത്തുള്ളി തുള്ളുന്നുണ്ട്. എനിവേ നോക്കാം. ഒടുക്കത്തും മഴ വരാനുള്ള ഒരു ഇതാണ്. നമുക്ക് ഇവിടെ നിന്നൊരു ബസ് വരുന്നുണ്ട് കേട്ടോ. ആ ബസ്സിൽ നമുക്ക് പോകാം. ആദ്യം കലൂർ പോയി ഇറങ്ങാം. അങ്ങനെ ബസ് കിട്ടി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിരുന്നു. പോകുമ്പോൾ ചെറുതായിട്ട് എൻ്റെ മൂഡ് കൂടി പോയി. കാരണം ഞാൻ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഞാൻ ഇറങ്ങിയത്. ലൈറ്റൊക്കെ കിട്ടണമല്ലോ. അങ്ങനെ ഞാൻ കലൂരെത്തിയപ്പോഴും ഭയങ്കര മഴയായിരുന്നു. എനിക്ക് 2 ബസ് മിസ്സായി, മേനക ജെട്ടി മേനകയ്ക്കുള്ളത്. പിന്നെ മഴ ഒന്ന് തോരട്ടെ എന്ന് വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. ജെട്ടി മേനകയിലേക്കുള്ള ബസ്സിന് ഭയങ്കര തിരക്കായത് കാരണം ഞാൻ മേനകയ്ക്കുള്ള ബസ് കയറിയാണ്. കുറച്ച് നേരം ബസ്സിലിരുന്നു, അങ്ങനെ യാത്ര ചെയ്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ഒന്ന് തോർന്നു. അപ്പോൾ ഇച്ചിരി സമാധാനമായി. സോ ഗൈസ്, നമ്മളങ്ങനെ ബോട്ട് ജെട്ടിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് എനിക്ക് ബോട്ട് ജെട്ടിക്ക് ബസ് കിട്ടിയില്ല. സോ ബസ് കിട്ടാഞ്ഞിട്ടല്ല, ഞാൻ കയറിയില്ല. കാരണം അതിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു. സോ അവിടെ പോയിട്ട് കാണാനൊരു എസ്തറ്റിക് ലുക്ക് ഉണ്ടെങ്കിലും ഇത് ഒരു റൂം ലൈക്ക് റിസോർട്ട് ലൈക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളൊരു സാധനമാണ്. അതിൻ്റെ പേരാണ് ബോട്ട് ജെട്ടി ബംഗ്ലാവ് എന്ന്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ടിക്കറ്റ് കൗണ്ടറിൽ പോയി നിൽക്കണം. ആദ്യം പോയിട്ട് നിന്നപ്പോൾ ക്ലോസ് ആയിരുന്നു. അവർ 1:30 ആകുമ്പോൾ വേറെ കൗണ്ടർ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ കൗണ്ടറിൽ ക്യൂ ഒക്കെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ അപ്പോഴേക്കും ബോട്ട് വന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് ഇതുപോലെ ഒരു പിക്നിക്കിലേക്ക് ആ ഒരു മൈൻഡിൽ ഞാൻ പോകണം. ഇതുവരെയായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ റൂംമേറ്റ്സിന് ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോവാറ്. അപ്പോൾ അതിൻ്റേതായൊരു വ്യഗ്രതയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴയുടെ ഒരു കാര്യങ്ങൾ കൂടി കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു മൂഡൊന്ന് ഔട്ടായി പോയി. പിന്നെ ആ കാഴ്ചകളൊക്കെ കണ്ടൊന്ന് റെഡി ആയിട്ടാണ്. വെള്ളത്തിൻ്റെ പൊക്കത്തിൽ കൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെങ്കിലും എന്നാലും എൻ്റെ കണ്ണ് മൊത്തം അവിടെയുള്ള കെട്ടിടങ്ങളുടെ ഇടയിലായിരുന്നു കേട്ടോ. കാരണം ലൈക്ക് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഇനിയിപ്പോൾ ഫോർട്ട് കൊച്ചി എത്തുന്നതോടും വരെ ഒരു പ്രത്യേക തരം ഇംഗ്ലീഷ് ഫീലുള്ള കുറേ കെട്ടിടങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണ് അതിനകത്തോട്ട് തന്നെയായിരിക്കും പോവുക. ഞാൻ താമസിക്കുന്ന ഏരിയയിലും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലമ്പുഴ ഡാമിലും ഉണ്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞങ്ങളെന്നല്ല, ഞാനിതുവരെയായിട്ട് അതിനകത്ത് കയറിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഇരിക്കുന്നത്. എപ്പോഴേലും കയറണം. കാരണം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ ഒരു ബോട്ടിങ് ഉണ്ടായിട്ട് കയറിയില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അങ്ങനെ നമ്മൾ വളഞ്ഞ് ഏകദേശമൊക്കെ എത്താനായിട്ടുണ്ട്. ആദ്യത്തെ അല്ല, അതായത് നമ്മളിപ്പോൾ മേനകയിൽ നിന്ന് കയറുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റോപ്പായിരിക്കില്ല, 2ാമത്തെ സ്റ്റോപ്പായിരിക്കും ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങേണ്ടത്. ഫൈനലി നമ്മൾ ചെറിയൊരു കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുന്നു. ആൻഡ് ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ റൈറ്റിലേക്കാണ് നടക്കേണ്ടത്. കാരണം റൈറ്റിലേക്ക് നടന്നാലാണ് നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് എത്തുള്ളൂ കേട്ടോ. വന്നിറങ്ങിയതും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങനെ പുറത്തേക്ക് എത്തി. മുന്നേ ഒരു പ്രാവശ്യം ഞാൻ റോഷനയുടെ കൂടെ ബോട്ടിനും പിന്നെ ശരണ്യയുടെ കൂടെ കാറിനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണം. ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിൽ ഇച്ചിരിയൊക്കെ ഉള്ളൂ കേട്ടോ ഫോർട്ട് കൊച്ചിക്ക്. എന്നാലും ഒറ്റയ്ക്ക് പോയതിൻ്റെ ഒരു സന്തോഷമൊക്കെ എനിക്കുണ്ട്. മലയാളികളെക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ ചുറ്റിലും നടക്കുന്ന ആൾക്കാർ മലയാളമല്ല സംസാരിക്കും, വേറെ എന്തൊക്കെയോ ഭാഷ സംസാരിക്കണം. ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ടൊരു മൈക്ക് മേടിക്കേണ്ടതായി ഇരിക്കുന്നു. കാരണം ഈ 2 കൂടി എനിക്ക് പിടിച്ച് നടക്കാൻ പറ്റാവും. ഒരു ട്രാവൽ ബ്ലോഗേഴ്സിനൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇവർ ഈ ക്യാമറ പിടിച്ച് ഇവരുടെ ലഗേജസൊക്കെ എടുത്ത് ഇതെടുത്ത് എന്തിട്ടൊക്കെ സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ടല്ല ഈ വ്ളോഗൊക്കെ എടുക്കണം. ശരിക്കും ഇവരെ അഭിനന്ദിക്കേണ്ടതായിരിക്കുന്നു. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയുടെ എനിക്ക് തോന്നുന്നു സെൻറ്റർ എവിടെയോ എത്തിയിട്ടുണ്ട്. എനിക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഇവിടെ. പഴയ കെട്ടിടങ്ങൾ പോലെ സംതിങ് എന്തൊക്കെയോ അറിയില്ല, അതിൻ്റെ പേരൊന്നും അറിയില്ല. അത് കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയില്ല. വല്ല പൊട്ടത്തട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് മതി. കാണിച്ചു തരട്ടാ. ആ നടക്കുന്നതിൻ്റെ ടക്ക് സൗണ്ട് ഉണ്ടെന്നല്ല കേട്ടോ. മുന്നിൽ ഒരു കപ്പിൾസ് നടക്കുന്നുണ്ട്. ആ ചേച്ചിയുടെ കാലിൻ്റെ അടിയിൽ നിന്നാണ് ആ സൗണ്ട് വരുന്നത്. കണ്ടു കഴിഞ്ഞൊരു പക്ക ബിൽഡിംഗ് സെറ്റപ്പ് ആണെങ്കിലും ഇതൊരു ബൊട്ടിക്കാണ്.
ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോൾ എവിടേക്കോ കണ്ടു പരിചയമുള്ള സ്ഥലങ്ങൾ പോലെ എവിടെയൊന്നും കണ്ടതല്ല. ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ കാണുന്നതായിരിക്കും കേട്ടോ. ഫോർട്ട് കൊച്ചി കാരണം നമ്മൾ ഒറ്റയ്ക്ക് വന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തിയിരിക്കുന്ന ഗ്യാസ് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഇടയ്ക്കിപ്പോൾ ഒറ്റയ്ക്കൊക്കെ പോണത് നല്ലതാണ്. ബാർ എവിടെ എത്തിയിട്ടുണ്ട്. നേരെ പോയി നോക്കാം എവിടെ എത്താന്ന് അറിയില്ല. നോക്കാം. ഞാൻ ഇതുപോലെയൊക്കെ മുടി കിട്ടിയപ്പോൾ എല്ലാവരും എനിക്കിങ്ങനെ ചിലരെ വിചാരിച്ചിട്ടുണ്ടാവും നോർത്ത് ഇന്ത്യക്കാരിയാണോ വിചാരിച്ചിട്ടാണെന്നറിയില്ല. ഓട്ടോയിൽ കയറി കഴിഞ്ഞ് വയനാടൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു വിളിക്കുന്നത്. ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അവർ വിളിക്കണം. ഇതെല്ലാം ചേട്ടന്മാർ കൊള്ളാം. മലയാളി ആയിട്ട് കാരണം കഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓട്ടോയിൽ കയറി വയനാട് കാണാനായിട്ട് ഇപ്പോൾ പോയത്. കളറ് പോണ മോതിരത്തിന് 70 രൂപയെ. ഇതിൻ്റെ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് നിന്ന് വേറെ
പെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം കൂടുതൽ ഞാൻ നനഞ്ഞിട്ടുണ്ട്. വന്ന വഴി മറന്നു കേസ്. ഇനിയും കുറച്ചുകൂടി കൂടി നടക്കാനുണ്ട്. ഞാനിപ്പോൾ ബോട്ട് കെട്ടിയാന്ന് പറഞ്ഞിട്ട് വേറെ എവിടെ പോയി കയറി. അതൊക്കെ പിന്നെ എനിക്കിഷ്ടപ്പെട്ടു. ലൈക്ക് നമ്മളെ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്കും വന്ന് പഠിക്കണം. അങ്ങനെ ഈ നല്ല രസമുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ അത് വേറൊരു രസം. ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നാൽ മാത്രമല്ല എൻജോയ് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പറയും ഇനി നെക്സ്റ്റ് ഞാൻ എവിടേക്കാണ് പോകേണ്ടത്? ഐ ഡോണ്ട് ഹാവ് എ ഐഡിയ. ഇപ്പോൾ ഒരു ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ തിങ്ക് മലയാളിയാണ്. പക്ഷെ പുള്ളി നൈസ് ഹെയർ എന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ? ഇതെനിക്ക് മിയ കിട്ടിത്തന്നതാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. മഴ ഇവിടെ റേസിങ്ങിന് പോണ പോലെ ആൾക്കാർ വണ്ടി കൊണ്ട് പോകണം. കുറച്ച് നേരത്തെ മുന്നേ ദൈവം എൻ്റെ നെഞ്ഞത്തിൽ കൂടെ കയറ്റിയാണ് എൻ്റെ പോകണം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ലൈക്ക് ഒരു ബ്രിട്ടീഷ് രീതിയിലുള്ളൊരു ബിൽഡിങ്സാണ്. ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നതും ഇതുപോലുള്ള ബിൽഡിങ്സാണ്. സോ മേ ബി ആ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നിടത്താണ് ആൾക്കാർ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യണത്. ലൈക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും. അങ്ങനെ ബോട്ട് ജെട്ടിയിലെത്തിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബോട്ട് കയറിയിട്ട് നമുക്കിനി ഹൈക്കോളിൽ പോയി ഇറങ്ങാം. എല്ലാം കഴിഞ്ഞ് നമ്മളതിനെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ, ബൈ.